എന്റെ ഉയർച്ചയുടെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് സംഗീത യാത്രകൾ തന്നെയായിരിക്കണം. ജനകീയ സംഗീത യാത്രകൾ ആയിരക്കണക്കിന് എല്ലാ കുട്ടികളെ കൊണ്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളത് അത് മഹാഭാഗ്യം. പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഗീതത്തെ സാമൂഹ്യ പ്രതിരോധത്തിന്റെ ഉപാധിയാക്കി മാറ്റിയ വെള്ളിക്കൊത്ത് വിഷ്ണുവിന്റെ സംഗീത സപര്യ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. 8-ാം വയസ്സിൽ സംഗീതവേദിയിൽ അരങ്ങേറ്റം കുറിച്ച വിഷ്ണുവിട്ട് ഇപ്പോൾ ഷഷ്ടിപൂർത്തിയുടെ ആഹ്ലാദത്തിലാണ്. നിരവധി സംഗീത യാത്രകളിലൂടെ ജനകീയ സംഗീത പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വെള്ളിക്കൊത്ത് വിഷ്ണുവിട്ട് വിദ്യാലയങ്ങളിലെ പ്രഭാത പ്രാർത്ഥനകൾ 9 ഭാഷകളിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടനവധി ഗാനങ്ങൾക്കും കീർത്തനങ്ങൾക്കും സംഗീതം നൽകിയ ഇദ്ദേഹം പ്രശസ്ത ചലച്ചിത്ര നടൻ മധു നിർമ്മിച്ച് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത 1995 ദേശീയ പുരസ്കാരം നേടിയ മിനി എന്ന സിനിമയിലെ ഗാനങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. കാൽനൂറ്റാണ്ട് സംഗീതാധ്യാപകനായി പ്രവർത്തിച്ച വിഷ്ണുഭട്ടിന് 2000 ദേശീയ അധ്യാപക അവാർഡും 2010 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജാ പുരസ്കാരവും 2019 സംസ്ഥാന അധ്യാപക അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സന്ദേശങ്ങളുമായി 30 തവണ സംഗീത യാത്രകൾ നടത്തിയിട്ടുള്ള വിഷ്ണുഭട്ട് ഹാർമോണിയം, വയലിൻ, കീബോർഡ്, തബല എന്നീ സംഗീതോപകരണങ്ങൾ വായിക്കുന്നതിലും വൈഭവം തെളിയിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന വിഷ്ണുഭട്ടിന്റെ സംഗീത സപര്യക്ക് ഉപഹാരമായി ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെയും വിദ്വാൻ പി കരുനായരുടെയൊക്കെ വാദസ്പർശമേറ്റ ഈ ഒരു മണ്ണിൽ ഇങ്ങനെ ജനിക്കാനായതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ തന്നെ പാടുവാനും അത് കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ എൻ്റെ ജനകീയ സംഗീത യാത്രകളിൽ ആ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്താനും സാധിച്ചു. അച്ഛൻ ഗോവിന്ദഭട്ട്, അമ്മ ഗൗരിയമ്മ. അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും ഒക്കെ യക്ഷഗാന കലാരംഗത്തേറെ പ്രശസ്തരാണ്. പക്ഷേ എൻ്റെ സംഗീതത്തിൽ അത്തരത്തിലുള്ള ഗാനങ്ങളൊന്നും അല്ല. അതിന് പകരം മറ്റുള്ള ശാസ്ത്രീയ സംഗീതത്തോടായിരുന്നു എനിക്ക് കൂടുതൽ അടുപ്പം. സംഗീതത്തിനോടുള്ള
ആഭിമുഖ്യം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഗാനമേളകളോ അല്ലെങ്കിൽ നാടകങ്ങളോ കഥകളിയോ ഇതൊക്കെ ഉണ്ടായാലും നമ്മളവിടെ കാണാൻ പോകുന്ന ആ സന്ദർഭത്തിൽ ഒരു പ്രാവശ്യം ഹാർമോണിയം, അന്ന് കീബോർഡ് അങ്ങനെയുള്ള ആധുനിക സംഗീതോപകരണങ്ങൾ നിലവില്ലാത്തൊരു കാലം, ആ ഒരു സമയത്ത് ഹാർമോണിയം, 2 ഹാർമോണിയം വായിച്ച് ആ ഒരു ഗാനമേള ഇപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെ ഹാർമോണിയം വായിക്കുന്ന ഇവിടെ അടുത്ത് തന്നെയുള്ള കാരക്കുഴി നാരായണൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ഇത് രണ്ടുപേരും ഒപ്പം ചേർന്നുകൊണ്ട് ഹാർമോണിയം വായിച്ചിട്ട് ആ ഒരു ഗാനമേള അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഹാർമോണിയത്തോടൊരു സ്നേഹം ഉണ്ടായി. അതാണ് ആദ്യത്തെ സംഗീതത്തോടുള്ള വരാനുള്ള ഒരു കാരണം. അത് തന്നെ, ഹാർമോണിയം പഠിക്കണം എന്നുള്ള ആഗ്രഹം അച്ഛനോട് പറഞ്ഞപ്പോൾ എങ്കിൽ ശരി എന്ന് പറഞ്ഞു. അച്ഛന്റെ നിർദ്ദേശപ്രകാരം വലിയ ജ്യേഷ്ഠൻ നാരായണ ഭട്ട് കൂട്ടി കൈ പിടിച്ചു കൊണ്ടുപോയത് കുണ്ടുവളപ്പിൽ നാരായണൻ ഭാഗവത, അദ്ദേഹത്തിന്റെ അടുത്താണ്. കുണ്ടുവളപ്പിൽ നാരായണൻ ഭാഗവത അദ്ദേഹം വിദ്വാൻ പി കേഴുന്നാരുടെ സംഗീതനാടകങ്ങളിൽ കാലാകാലങ്ങളായി അഭിനയിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്താണ് എൻ്റെ ബാലപാഠങ്ങളും. ഞാൻ ഇന്നും മനസ്സിൽ ഗുരുനാഥൻ എന്ന് സങ്കല്പിക്കുന്നത് അദ്ദേഹത്തെ തന്നെയാണ്, കുമ്മട്ട് തന്നെ. അപ്പൊ നാരായണ ഭട്ട് പഴയ ഹിന്ദി സിനിമാ ഗാനങ്ങളൊക്കെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോഴ് ബാക്കിയുള്ള പഠനത്തിൽ മൂത്ത ജ്യേഷ്ഠനും അതായത് സഹോദരങ്ങൾക്ക് തന്നെ മറ്റുള്ള പഠനങ്ങളിൽ നല്ല തൽപരരായിരുന്നു. അതുകൊണ്ട് അവർ ആ സംഗീതത്തെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ മാത്രം സംഗീതം പഠിച്ചാൽ മതി എന്നുള്ള ഒരു തരത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് നാരായണ ഭട്ടിന്റെ, അതായത് മൂത്ത ജ്യേഷ്ഠന്റെ ധർമ്മപത്നിയായ ഇന്ദിര എന്ന് പറഞ്ഞ ഏട്ടത്തിയമ്മ ആണ് ദിവസവും എന്നെ അവിടേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ കൂട്ടി കൊണ്ടുപോവുകയും വൈകിട്ട്, അതായത് രാവിലെ പോയാൽ കുറച്ച് വൈകിട്ട് സംഗീത പഠനം കഴിഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതായത് കുണ്ടുവളപ്പിൽ നാരായണൻ ഭാഗവത്. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം ഹാർമോണിയം വായിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഹാർമോണിയം പഠിപ്പിച്ചാൽ അതിനു മുമ്പ് അതിനെക്കുറിച്ച് സപ്തസ്വരങ്ങളെ കുറിച്ച് കുറച്ചൊരു പാടിയിട്ട് അതിനെ വളർത്തിയെടുക്കും, ശബ്ദത്തിലൂടെ വളർത്തിയെടുത്തതിന് ശേഷം പിന്നെ ഹാർമോണിയത്തിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടോ അദ്ദേഹം പിന്നീട് ഹാർമോണിയം കൂടുതൽ പറഞ്ഞതില്ല. കാരണം എൻ്റെ ശബ്ദം സംഗീതത്തിന് ഉതകുന്നതാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഉണ്ടായത്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സംഗീതത്തിലേക്ക് വരാനുള്ള ഒരു കാരണം. അപ്പോൾ അദ്ദേഹം ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ച ശേഷം പിന്നീട് ഞാൻ സ്കൂൾ പഠനത്തിന് ശേഷം നേരെ സംഗീത കോളേജിൽ പോയി പഠിക്കുകയും 4 വർഷത്തോളം ഗാനഭൂഷണം എന്ന ബിരുദം ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കുകയും, അന്നേരം ആ പഠിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം ഞാൻ തേടിയപ്പോൾ അതിനുള്ള പറ്റുന്ന സാഹചര്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തെ അതായത് സ്കൂളുകളിൽ സംഗീത അധ്യാപകനായി ജോലി ചെയ്യണമെങ്കിൽ ആ ഒരു ബിരുദം മതി. അപ്പോൾ പിന്നെ എന്താ വേണ്ടുന്നത്, ജീവിക്കാനുള്ള ഒരു ജോലി ഇതിൽ നിന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്ര പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ
ഗാനഭൂഷണ ബിരുദം മാത്രമേ എനിക്ക് നേടാൻ ആയുള്ളൂ. പിന്നീട് എനിക്ക് ഓർക്കാൻ പറ്റുന്നത് ഗാനഭൂഷണം പഠിക്കുമ്പോൾ തന്നെ ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ വിഷമത്തിലായിരുന്നു. അന്നേരം മാതാജി കൃഷ്ണഭായി, നമുക്കൊക്കെ അറിയാം, മാവുങ്കാൽ ഇവിടുത്തെ കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമം, അവിടുത്തെ മാതാജി കൃഷ്ണഭായിയാണ്, ആ ഒരു അമ്മയാണ് പഠനത്തിന് ഒരു തുക അവർക്കാവുന്ന വിധം എനിക്ക് തന്നെ സംഗീത പഠനം മുടങ്ങണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അവരുടെ ഒരു സഹായ ഹസ്തവും പഠിക്കുന്നതിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗാനഭൂഷണം കഴിഞ്ഞ ഉടനെ ഒരു ജോലിയായിരുന്നല്ലോ. ആദ്യമായിട്ട് 9A1 എന്ന് പറഞ്ഞ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ഒരു സംഗീതാധ്യാപന ആദ്യം തന്നെ വന്നത് ഞാൻ പഠിച്ച വെള്ളിക്കുത്ത് മഹാകവി പി സ്മാരക സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അതേ സ്കൂളിൽ തന്നെ സംഗീതാധ്യാപനായി 19ാമത്തെ വയസ്സിലാണ്, 19-20 വയസ്സിന്റെ അടുത്തെത്തുമ്പോഴേക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ഉടനെ നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ അവിടെ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് താൽക്കാലിക, അതായത് 3 വർഷത്തെ, പിന്നീട് ആ വർഷം കൂട്ടിക്കിട്ടുകയും ചെയ്തു. ഒരു 5 വർഷത്തോളമായി അവിടെ സംഗീതാധ്യാപനയും. ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും PSC വിളിച്ചു സംഗീതത്തിന്. അന്നേരം ആ ഒരു സമയത്ത് PSC എന്ന് വെച്ചാൽ പാടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാടുമ്പോൾ എനിക്ക് ആയിരുന്നു അതിന്റെ 1ാം റാങ്ക് കിട്ടിയെന്ന് ഒരു സന്തോഷത്തോടെ പറയാം. അപ്പൊ അങ്ങനെയാണ് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ കാസർഗോഡ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളില് സംഗീതാധ്യാപനായി അവിടെ കിട്ടുകയും പിന്നീട് 25 വർഷത്തോളം അങ്ങനെ അധ്യാപകനായി. പിന്നീട് ഞാൻ സംഗീതാധ്യാപനം പിന്നീട്, പക്ഷെ അവിടെ നല്ല പഠിച്ച സ്കൂൾ മഹാകവി സ്മാരക സ്കൂളിൽ തന്നെയാണ്. അവിടത്തേക്ക് എത്തുകയും അവിടെ നിന്നാണ് ഞാൻ സംഗീതാധ്യാപനം പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെയാണ് പിരിഞ്ഞത്. ജോലി നോക്കുന്ന അതേ സമയത്ത് തന്നെ സംഗീത കച്ചേരികളുമായി ഞാൻ മുന്നോട്ട് അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ആ ഒരു സമയത്ത് ഇപ്പൊ കുറച്ചു കാലങ്ങളായുള്ളൂ, അതായത് സംഗീതം എന്നുള്ള ഉപരി കലാവിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പഠന രീതി വരുന്നതിന് മുമ്പ് ആണല്ലോ ഞാൻ സംഗീതാധ്യാപനായി ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങനെയുള്ള ഒരു പുതിയൊരു നിയമം വന്നപ്പോഴും അങ്ങനെ ആ തരത്തിലും പോയി. അപ്പോ ആദ്യ കാലഘട്ടങ്ങളിൽ സംഗീത കച്ചേരികൾ വിവിധ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, അതുപോലെ തന്നെ ജില്ലയ്ക്കകത്തായാലും പുറത്തായാലും സംഗീത കച്ചേരികൾ നടത്താനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയപ്പോൾ അത് ഈ ഒരു ജോലി നടക്കുമ്പോൾ തന്നെ അതിനൊപ്പം അങ്ങനെ കൊണ്ടുപോയി. പിന്നീട് കലാവിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ വന്നപ്പോൾ പിന്നെ അതിന് സമയമില്ലാതായി. പിന്നെ സംഗീത കച്ചേരികൾ കൂടുതലും അങ്ങനെ എടുക്കാറില്ലായിരുന്നു. പിന്നീട് ഭരതനാട്യത്തിനൊക്കെ പാടാൻ വേണ്ടി പോകും. സ്കൂളിലെ അനുഭവം ഒരുപാടുണ്ട്. എൻ്റെ ഉദ്ദേശം എല്ലാ കുട്ടികളും സംഗീതം അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആകുമ്പോൾ എല്ലാ കുട്ടികളും പാടണമല്ലോ. അപ്പൊ അതിനൊരു സംഭവം, ഒരു നല്ലൊരു പരിപാടിയായിട്ട് ഓരോ ക്ലാസ്സിലും പോയിട്ട്
വരികൾ കൊടുക്കുകയും അത് ആദ്യമേ തന്നെ അത് ഏകദേശം മനസ്സിലാക്കി വെക്കാനും അതിനുശേഷം കുട്ടികളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ സമയ സന്ദർഭമൊക്കെ നോക്കിക്കൊണ്ട് 1 വർഷം എടുത്തുകൊണ്ടാണ് ഒരു വലിയൊരു സംഗീത പരിപാടി, അതാണ് എൻ്റെ മനസ്സിൽ ഇന്നിപ്പോഴും ഉള്ളത്. എല്ലാ കുട്ടികളും ചേർന്ന് പാടിപ്പിക്കുക. അത് കാസർഗോഡ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും അതുപോലെ തന്നെ വെള്ളിക്കോത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലും അങ്ങനെ ആയിരക്കണക്കിന് എല്ലാ കുട്ടികളെ കൊണ്ടൊക്കെ പാടിപ്പിക്കാൻ പറ്റി എന്നുള്ളത് അത് മഹാഭാഗ്യം തന്നെ. എന്റെ ഉയർച്ചയുടെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് സംഗീത യാത്രകൾ തന്നെയായിരിക്കണം. ജനകീയ സംഗീത യാത്രകൾ. അതിനൊരു തുടക്കം ഉണ്ടാകുന്നത് സത്യത്തില് 1987 ഞാൻ അന്ന് രാജാസ് ഹൈസ്കൂൾ നീലേശ്വരം അവിടെ സംഗീതാധ്യാപകനായപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇ കെ നായനാരുടെ. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം കാഞ്ഞങ്ങാട് വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിന്റെ ഒരു പ്രോത്സാഹനമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോ അത് പ്രകാരം വരൾച്ച ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി ആദ്യമായിട്ട് ജനകീയ സംഗീത പരിപാടി അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും നല്ലൊരു പിന്തുണ ഉണ്ട്. പിന്നെയാണ് എന്റെ മനസ്സിൽ തോന്നിയത് എന്തുകൊണ്ട് സംഗീതം പല രൂപത്തിൽ, അതായത് ഇപ്പോഴൊക്കെ അനുഭവിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ആധാരമാക്കിയുള്ള ഈ സന്ദേശങ്ങളൊക്കെ തയ്യാറാക്കി തരുന്നത് കാസർഗോഡ് ജില്ലയിലെ കവികളൊക്കെ തന്നെയാണ്. ഇപ്പൊ രവീന്ദ്രൻ പാടിയായാലും പിന്നെ ഇങ്ങനെ മറ്റുള്ള പല വി പ്രഭാകരൻ സർ, ഇങ്ങനെ ഒരുപാട് കവികൾ എന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് വരികൾ എഴുതി തന്നിട്ടുണ്ട്. അത് സംഗീതം ചെയ്തിട്ടാണ് ഞാൻ പരിപാടി ഒരുപാട് ജനകീയ സംഗീത യാത്രകൾ അവതരിപ്പിച്ചത്. കേരള യാത്രയാണ് ഏറ്റവും വിഷമകരമായ ഏറ്റവും ദീർഘമേറിയ സംഗീതയാത്ര എന്നുള്ളത്. അത് 1995 കേരള യാത്ര. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന മഹത്തായ ആ കേരള ഘടകത്തിന്റെ അവരുടെ പിന്തുണയോടുകൂടി അന്ന് മമ്മൂട്ടി സാറി, മുൻ മന്ത്രി, ഇപ്പോഴത്തെ MLA വി ചന്ദ്രശേഖരൻ സാർ, അതുപോലെ തന്നെ വേണം, അങ്ങനെ പല ആൾക്കാരും എനിക്ക് ആ നല്ലൊരു പ്രോത്സാഹനം തന്നിരുന്നു. അത് ദീർഘമേറിയ ഒരു യാത്രയായതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് വളരെ 1 മാസം നീണ്ട ഒരു സംഗീതയാത്ര. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംഗീതയാത്ര എന്ന് പറയാം. പിന്നെ കൗതുകകരമായിട്ടുള്ള സംഗീതയാത്രകളുണ്ട്. അതായത് ജനകീയ സംഗീതയാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാക്ഷരതയായാലും അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരെയായാലും അങ്ങനെ യുദ്ധത്തിനെതിരായാലും ഭീകരതയ്ക്കെതിരെ അങ്ങനെ തീവ്രവാദത്തിനെതിരെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സംഗീതയാത്ര നടത്താറുള്ളത്. കാളവണ്ടിയിലൂടെ നടത്തിയ ഒരു സംഗീതയാത്രയാണ് 1991. കൂടുതൽ ഞാൻ ഉപയോഗിച്ചത് ഹാർമോണിയം, തബലും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവസാന ഘട്ടത്തില് ഇപ്പൊ അടുത്തൊരു സംഗീതയാത്രക്ക് നടന്നപ്പോ അതിന് തബലയും പിന്നെ കീബോർഡും ഒക്കെ വെച്ചുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേക ഒരു ഗാനമേള പോലെയാണ് ഒരു തിരുവോരങ്ങൾ പാടിക്കൊണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഈ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കോഴിക്കോട് വരെ നടത്തി. അത് കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഗീതയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു സംഗീതയാത്ര വരാൻ പോകുന്ന ഇറ്റയുടെ തന്നെ നേതൃത്വത്തിലാണ് ഒരു കേരള യാത്ര വിഭാവനം ചെയ്യുന്നുണ്ട്.
പാടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ അന്ന് കേരള യാത്ര 1995 അപ്പൊ സംഗീത യാത്രയിലൂടെ സിനിമാ നടനായ മധു സാറിനെ പരിചയപ്പെടുകയും അതേസമയത്ത് ONV കുറുപ്പ് സാറിനെ അങ്ങനെയൊക്കെ പരിചയപ്പെടാനൊരു ഭാഗ്യമുണ്ടായി. അവർ തന്നെയായിരുന്നു കേരള യാത്രയുടെ സമാപന സമ്മേളന ആ ഒരു സമയത്തും അതുപോലെ തന്നെ തുടക്കം മുതൽ അവരുടെ ആ നേതൃത്വത്തിലുള്ള ഒരു പിന്നെ ഇപ്റ്റ എന്നുള്ളൊരു ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ, അപ്പോൾ അവരുടെ നേതൃത്വത്തിലായിരുന്നു ഒരു സംഗീത പരിപാടി അന്ന് നടത്തിയത്, മദ്യം മയക്കുമരുന്നിനെതിരെ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നല്ല നല്ല ബോധവൽക്കരണമായിട്ട്. അപ്പം അങ്ങനെ ആണ് മധു സാറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ 1995 തന്നെ മിനി എന്നൊരു കുട്ടികൾക്കായുള്ള ഒരു സിനിമയിൽ പാടാനുള്ള ഒരു അവസരം ലഭിക്കേണ്ടായി. വലിയ സ്ക്രീനിൽ വരുന്നതല്ല ആ ഒരു സിനിമ, സ്കൂളുകളിലേക്ക് കൊടുക്കുന്ന ചിൽഡ്രൻ സൊസൈറ്റിയുടെ അങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്കുള്ള ബോധവൽക്കരണമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു മിനി. അതായത് മദ്യാസക്തി കുറക്കുന്നതിന് കുട്ടികളുടെ പിന്നെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അവര് മഹാത്മാഗാന്ധിയുടെ ആ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ മദ്യാസക്തി നിർത്തുന്ന ഒരു കഥ പ്രതിപാദിക്കുന്ന ഒരു മിനി എന്നൊരു സിനിമയിൽ അതിൽ സംഗീതം ചെയ്യാനും അതുപോലെ തന്നെ പാടാനും ഒക്കെ അവസരം, അഭിനയിക്കാനും ആ ഒരു ഭാഗം കുറച്ച് അതൊക്കെ അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിന് നന്ദി പറയേണ്ടത് സത്യത്തിൽ ഇപ്റ്റ എന്നുള്ള സംഘടനയോടും മധു സാറിനോടും ONV സാറിനൊക്കെ ഒക്കെ തന്നെയാണ്. ഒരുപാട് സംഗീത സംവിധാനങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് കലോത്സവ സമയങ്ങളിൽ സ്വാഗത ഗാനങ്ങളായാലും കലോത്സവങ്ങളിലെ സംഘഗാനത്തിനായാലും ദേശഭക്തി ഗാനത്തിനായാലും പുതിയ പുതിയ വരികൾക്കൊക്കെ സംഗീതം ഒരുപാട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സിനിമയിൽ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൂടാതെ ഭഗവാന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, അവിടുത്തെ ആ കളഭച്ചാർത്തിന്റെ ഒരു നമുക്കൊക്കെ അറിയാവുന്ന പോലെ ശ്രീ തിരുവാലൂർ ശിവകുമാർ നമ്പൂതിരിയുടെ വർണ്ണനയ്ക്ക് അനുസൃതമായിട്ട് അതിൻ്റെ പദ്യരചനയല്ല ഗദ്യരചനയ്ക്ക് സംഗീതം നൽകിക്കൊണ്ട് ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ പാടിയിട്ട് ഗുരുവായൂര് അമ്പലത്തിലേക്ക് അവിടത്തേക്ക് അയക്കും ഈ ഒരു പാട്ട്. അങ്ങനെ സംഗീത സംവിധാനം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. സനിത മഗരി പമഗരി സരി ഗമ പദസ ആനാദ വൈഭവം അറിയുന്നിതാ. 76ഓളം സ്വാഗതഗാനങ്ങൾ ചിട്ടപ്പെടുത്താനൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പരമ്പര വിദ്യാപീഠം ബേക്കലം യോക്കുലം ഗോശാല അവിടെ ഭജന സംഘത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ വിഷ്ണു ഹെബ്ബാർ. അദ്ദേഹം കൂടുതലായിട്ട് പിന്നെ സംഗീതകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തെത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹം നന്നായിട്ട് എഴുതാനുള്ള ഒരു പാടവം ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾക്ക് ഞാൻ സംഗീതം നൽകിയിട്ടുണ്ട്. അംഗീകാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് 4ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു സമയത്ത് ആദ്യത്തെ അംഗീകാരം എന്ന് പറയുന്നത് ലളിതഗാനം. അപ്പൊ ആ ലളിതഗാനം എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ പാട്ടാണ് അന്നേരം. ആ ഒരു കാലഘട്ടത്തിൽ സിനിമ പാട്ട് ഗാനത്തിൽ വീണപൂവേ കുമാരനാശൻ അങ്ങനെ തുടങ്ങുന്ന ആ പാട്ട് പാടിയിട്ടാണ് ആദ്യത്തെ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. 1ാം സ്ഥാനം ലഭിക്കേണ്ടത്. പിന്നെ അതിനുശേഷം കഥകൾ സംഗീതമായാലും ശാസ്ത്ര സംഗീതമായാലും അങ്ങനെ പല കലോത്സവ വേദികളിൽ സമ്മാനങ്ങൾ കിട്ടി. പിന്നെ അധ്യാപകർക്കുള്ള 1992
അതൊരു പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ആയിട്ട് ഒരു സംസ്ഥാന തലത്തിൽ ഒരു കലാധ്യാപക അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എന്റെ പേര് അതിൽ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ സംസ്ഥാന അംഗീകാരം. പിന്നെ കൂടുതൽ ജില്ലാ തലത്തിൽ PN പണിക്കർ ഫൗണ്ടേഷൻ അവാർഡ്, നെഹ്റു യുവ കേന്ദ്ര അവാർഡ്, പിന്നെ ലയൺസ് ക്ലബിൻ്റെതായാലും റോട്ടറി ക്ലബിൻ്റെതായാലും ഇങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ട അവരൊക്കെ അവാർഡുകൾ തന്നിട്ടുണ്ട്. JCCന്റെ ഒക്കെ. പിന്നെ പ്രധാനപ്പെട്ട ദേശീയ അധ്യാപക പുരസ്കാരമായിരുന്നു 2000-ൽ. പിന്നെ 2010 ഗുരുപൂജ സംഗീതനാടക അക്കാദമി കിട്ടിയിട്ടുണ്ട്. പിന്നീട് സംസ്ഥാന അധ്യാപക അവാർഡും കിട്ടിയിട്ടുണ്ട് സർക്കാരിന്റെ 1992 അല്ല 2019 സംസ്ഥാന അധ്യാപക ഗവൺമെന്റ് അവാർഡ് കിട്ടും. 2000 ദേശീയ അധ്യാപക അവാർഡ് കിട്ടും. പിന്നെ 2010 ഗുരുപൂജ അവാർഡ്. അധ്യാപകർക്കുള്ള അവാർഡ് സംഗീതാധ്യാപന ആദ്യമായി എന്നിലൂടെയാണ് അത് കിട്ടിയതെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ്. പിന്നെ പരമ്പരാ വിദ്യാപീഠത്തിന്റെ ഗുരുരത്ന അവാർഡ്, ഹവ്യക സഭയുടെ ഹവ്യക സാധകരത്ന, പിന്നെ ലയൺസ് ക്ലബിന്റെ നേരത്തെ പറഞ്ഞ പോലെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന സംഗീത സഭയുടെ പുരസ്കാരം, അങ്ങനെ പലവിധ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് കിട്ടിയത് മദ്രാസിലെ, അതായത് ചെന്നൈയിലെ ഇന്ത്യക്ക എന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെതായ ഒരു അവാർഡ് എനിക്ക് ഇപ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴ് പരമ്പരാ വിദ്യാപീഠം നമുക്ക് അറിയാവുന്ന പോലെ അവിടെ ഭജന ക്ലാസ് ആയിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 1, 2, 3 ക്ലാസ്സുകൾ ശാസ്ത്രീയ സംഗീത ക്ലാസ് അങ്ങനെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭരതനാട്യം ഗ്രൂപ്പിൽ പാടാൻ വേണ്ടി പോകുന്നുണ്ട്. അത്യാവശ്യം വയലിൻ വായിക്കും, തബല വായിക്കും, മൃദംഗമൊക്കെ വായിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പക്കമേളത്തിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ സംഗീതോപകരണങ്ങളായിട്ട് ഞാൻ പോവാറുണ്ട്. ഇങ്ങനെ പക്കമേളത്തിലൂടെ അങ്ങനെ ഓരോ ദിനങ്ങൾ അങ്ങനെ പോകുന്നു. വിശ്രമ ജീവിതം സന്തോഷത്തിൽ തന്നെയാണ്. പിന്നെ ജ്യേഷ്ഠന്മാരൊക്കെ പാടും നന്നായിട്ട്. നാരായണ ഭട്ടായാലും പത്മനാഭ ഭട്ടായാലും അവരൊക്കെ പാടുന്നവർ തന്നെ. പിന്നെ എൻ്റെ കുടുംബത്തിലെ എന്ന് വെച്ചാല് എൻ്റെ ജ്യേഷ്ഠന്റെ മക്കളായാലും ചേച്ചിയുടെ മക്കളായാലും അവരൊക്കെ സംഗീതത്തില് ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ പ്രശസ്തരാണ്. അവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവരുടെയൊക്കെ എല്ലാവരുടെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും ചില കുട്ടികളുടെ പേര് മാത്രം പറയാം. വലിയ ജ്യേഷ്ഠന്റെ മക്കളായ ഉഷ ഈശ്വർ ഭട്ട്, അതുപോലെ തന്നെ ജയലക്ഷ്മി സുബ്രഹ്മണ്യ ഭട്ട്, അതുപോലെ പെങ്ങളുടെ മക്കളായ പ്രതീക്ഷ ഭട്ട്, അവളൊക്കെ സിനിമയിലൊക്കെ കന്നഡ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള അങ്ങനെ കുറെ പേരുണ്ട്. ഇളയമ്മയുടെ മക്കളൊക്കെ യക്ഷഗാന കലയെ അതിനിപുണന്മാരാണ്. അപ്പൊ അവരൊക്കെ ആ ഒരു സംഗീത മേഖലയിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ എൻ്റെ ഈ സംഗീത ജീവിതയാത്രയിലേക്ക് ഒരു വലിയൊരു നേട്ടം തന്നെയാണ് അവരൊക്കെ തന്നെ. പിന്നെ വീട്ടമ്മയായ എൻ്റെ ഭാര്യ ഈ ജ്യോതി, അവര് ഈ ഭജന ട്രൂപ്പിലൊക്കെ പാടുന്നുണ്ട്, അത്യാവശ്യം പാടും. അത്ര തന്നെ എങ്കിൽ പോലും അവരുടെ ആ കലാസ്വാദന ശക്തി വളരെയേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രോത്സാഹനം കൂടി എനിക്ക് മുമ്പോട്ട് പോകാൻ, ഇനി മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി അവർക്ക് തരുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത്, എൻ്റെ സംഗീതത്തിന് അനുസരിച്ചിട്ട് എൻ്റെ വാർന്നിൻ്റെ ആ ഒരു ശൈലി കൊണ്ടുവരാൻ എൻ്റെ മകളായ ശ്രീഗൗരി ഭട്ടും
അവളിപ്പോൾ തിരുപ്പതി പഠിക്കുകയാണ്, ഐസറിൽ PhD ചെയ്യാണ്. അപ്പോൾ ഫിസിക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവളും അതുപോലെ തന്നെ ഇവിടുത്തെ കാഞ്ഞങ്ങാട്ടെ മാധ്യമപ്രവർത്തനായ ശ്യാംബാബു വെള്ളിക്കുത്തിന്റെ മകൻ രാംപ്രസാദൊക്കെ കണ്ണൂർ സർവകലാശാലയിലെ സംഗീത പ്രതിഭയായിരുന്നു. ഇപ്രാവശ്യം വരും തലമുറ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ അവർക്കും ഇത്തരത്തിലുള്ള സംഗീതയാത്രകൾ ചെയ്യാനാവണം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുപോലെ തന്നെ ഏത് സംഗീതമായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ ബഹുമാനത്തോടു കൂടി കാണുക, മനസ്സിന് ആനന്ദം നൽകുന്ന നല്ല നല്ല സംഗീതം കേൾക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞു. നമസ്കാരം. ഈ ഒരു ഷഷ്ടിപൂർത്തി വേളയിൽ എന്നെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിച്ച വേണുക്കള്ളാർ വിഷൻ യൂട്യൂബിൽ ചാനലും എൻ്റെ സ്നേഹം, ആദരവ് അറിയിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.